പ്രസവിച്ചോളേവൾ സംഗമരാഹിത്യത്തിൽ സ്തന്യവുമുണ്ണിയുമിന്നാർ കണ്ടു അത്ഭുത വാർത്ത വിസ്മയ വാർത്ത വാദികണം വായ് മൂടിയിടട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. അമ്മ, അതെ, ഒരു മനുഷ്യൻ ലോകത്തെ ആദ്യമായി നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. കരുണാപൂർണനായ ദൈവത്തിന് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനും ഭൂമിയിൽ ജന്മം കൊടുക്കുന്നതിനും ഒരു അമ്മ വേണം. അതിനായി ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യക മറിയം. യേശുവിൻ്റെ അമ്മയെപ്പോലെ ഒരു അമ്മയെ ആരാണ് ആഗ്രഹിക്കാത്തത്? കാൽവരിയിൽ മലയിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യേശു തന്നെ അമ്മയെ നമുക്ക് നൽകിയപ്പോൾ യേശുവിൻ്റെ അമ്മ എൻ്റെയും നിൻ്റെയും അമ്മയായി മാറി. അമ്മയുടെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായി, യാതൊരു പരാതിയോ പരിഭവമോ പറയാത്തൊരമ്മ. ഉണ്ണി യേശുവിനെ കാലിത്തൊഴുത്തിൽ വെച്ച് ജന്മം നൽകിയപ്പോഴോ ശിശുവിനെയും കൂട്ടി ഈജിപ്തിലോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോഴോ അമ്മ യാതൊരു പരാതിയോ പരിഭവമോ പറഞ്ഞില്ല. പലപ്പോഴും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് മാതാപിതാക്കളോട് വാശി പിടിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ആ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാവട്ടെ. രണ്ടാമതായി, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാൻ ഓടിയെത്തുന്ന ഒരു അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാം. തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും കാനായിലെ കല്യാണത്തിൽ വെച്ച് വീഞ്ഞ് തീർന്നു പോയപ്പോഴും അമ്മ അവരെ സഹായിക്കാൻ ഓടിയെത്തി. പഠിക്കാനും മറ്റു വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ കൂട്ടുകാർ നമുക്ക് ചുറ്റുമുണ്ട്. അമ്മയെപ്പോലെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായി 5:8.